കാവടിയാട്ടം എന്ന സിനിമയിലെ എല്ലാവരെയും ചിരിപ്പിച്ച ഒരു രംഗമാണിത്. ഒട്ടായിട്ട് അഭിനയിക്കുന്ന ജയറാം അത് തെളിയിക്കാൻ കാണിച്ചു കൂട്ടുന്ന ഒരു അഭ്യാസം. ഇന്ദ്രൻസിന്റെ പുറകിൽ നിന്നും ചവിട്ടുന്നു. ആ പഴക്കുലയോടൊപ്പം ഇന്ദ്രൻസ് തെറിച്ചു പോകുന്നു. തിയേറ്ററിൽ പൊട്ടിച്ചിരി ഉയർത്തിയ ഒരു നിമിഷമായിരുന്നു അത്. എന്നാൽ ഈ ചവിട്ടിന് പിന്നിൽ വിഷമിപ്പിക്കുന്ന ഒരു സത്യമുണ്ടെന്ന് ഈയിടെയാണ് അറിയുന്നത്. ജയറാമിന്റെ ഈ ചവിട്ടിൽ ഇന്ദ്രൻസിന് കിട്ടിയത് വിട്ടൊഴിയാത്ത വേദനയാണ്. ലൈഫ് ലോങ് സ്പൈൻ ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. എന്നാൽ ആ തെറ്റ് പൂർണ്ണമായും ജയറാമിൻ്റെ ഭാഗത്താണ് എന്ന് പറയാനുമാകില്ല. അന്ന് പരിചയസമ്പന്നല്ലാത്ത ഒരു തുടക്കക്കാരനായ ഇന്ദ്രൻസിനെ ടൈമിംഗ് തെറ്റിയതായിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് ഇന്ദ്രൻസ് ഇത് ആരോടും പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് ആ സിനിമയുടെ സംവിധായകനായ അനിയൻ ഇത് അറിയുന്നത്. ഈ അടുത്ത് കണ്ടപ്പോഴും എല്ലാ വർഷവും വേദനയ്ക്ക് ആയുർവേദ ചികിത്സ ചെയ്യുന്നുണ്ടെന്ന് ഇന്ദ്രൻസ് ഡയറക്ടർ അനിയനോട് പറഞ്ഞിരുന്നു. കാവടിയാട്ടം ഡയറക്ടർ അനിയൻ്റെ 3 വർഷം മുന്നേയുള്ള ഒരു ഇൻ്റർവ്യൂവിൽ നിന്നാണ് മറ്റുള്ളവർ ഈ കാര്യം അറിയുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു രംഗത്തിന് പിന്നിൽ ഒരാളുടെ ജീവിതം വരെ തകരുമായിരുന്ന ഒരു അപകടം നടന്നിരുന്നു എന്നത് ഒരു ഞെട്ടലോടെയാണ് പുറം ലോകം അറിഞ്ഞത്. ഇന്ദ്രൻസ് എന്ന മനുഷ്യൻ്റെ എളിമ എല്ലാവരും പറയുന്നത് ഒരിക്കലും ഒരു അതിശയോക്തിയല്ല. ഇത്ര വലിയൊരു ആജീവനാന്ത വേദന കിട്ടിയിട്ടും പുള്ളിക്കാരൻ അതൊരിടത്തും പറയുകയോ ആളുകളുടെ സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. സംവിധായകൻ അനിയനിലൂടെയാണ് ഇത് പുറം ലോകം അറിയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന പോസ്റ്റിന് കീഴെ നടൻ ജയറാമിന് എതിരായ ഒട്ടേറെ കമൻറ്റുകളാണ് വരുന്നത്. പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഇന്ദ്രൻസിനെ അപ്പോൾ ടൈമിംഗ് ശരിയാകണം എന്നില്ല. അയാളെ ചവിട്ടുന്ന ജയറാം ആയിരുന്നു ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പലരും പറയുന്നത്. കാലുയർത്തി മെല്ലെ ടച്ച് ചെയ്യുമ്പോൾ ഇന്ദ്രൻസ് മുമ്പിലേക്ക് ആ പഴക്കുലയിൽ തൂങ്ങി ഞാന്നു പോകുമായിരുന്നു. എന്നാൽ 500 രൂപ കൊടുത്താൽ 1000 രൂപയുടെ അമിത അഭിനയം കാഴ്ചവെക്കുന്ന ജയറാം ആവേശം മൂത്ത് ആഞ്ഞ് ചവിട്ടിയതാകാമെന്നും ചിലർ പറയുന്നു. ജയറാമിൻ്റെ ഒട്ടേറെ പടങ്ങളിൽ പല ചെറിയ ആർട്ടിസ്റ്റുകൾക്കും ഇങ്ങനെ ചെറിയ അപകടങ്ങൾ പറ്റിയതായി അറിഞ്ഞിട്ടുണ്ട് എന്നും കമൻറ്റുകൾ വന്നിരുന്നു. പൊതുവെ ഈ പോസ്റ്റിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു അഭിപ്രായം എന്തെന്നാൽ അന്ന് നായകനായി തിളങ്ങിയിരുന്ന ജയറാം ഇന്ന് അന്യഭാഷകളിൽ നായകൻ്റെ ചവിട്ടുകൊള്ളുന്ന ആളായി മാറി. ഇന്ദ്രൻസ് തൻ്റെ അഭിനയ മികവ് കൊണ്ട് മലയാള സിനിമയിൽ നായകർക്കൊപ്പം തിളങ്ങി 1ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നതാണ്.